ഗൈസ്, ഇന്ന് നമുക്ക് ക്യൂട്ട് ആയിട്ട് ഒരു ക്രോഷറ്റ് ബുക്ക് മാർക്ക് ഉണ്ടാക്കിയാലോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 കളർ യാണും 3.5 ഹുക്ക് കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കാൻ പോണേ. അതിനുവേണ്ടി ഫസ്റ്റ് ഒരു മാജിക് റിംഗ് ഉണ്ടാക്കണേ. അതിനുശേഷം മാജിക് റിംഗിലേക്ക് 5 സിംഗിൾ ക്രോഷേസ് ചെയ്യണം കേട്ടോ. നോട്ട് ദ പോയിന്റ്, സിംഗിൾ ക്രോഷേ. 5 സിംഗിൾ ക്രോഷേ ഉണ്ടാക്കിയ ശേഷം നമ്മൾ ആ റിംഗ് ക്ലോസ് ചെയ്യാൻ പോവാണ്. റിംഗ് ക്ലോസ് ചെയ്തതിനു ശേഷം ഫസ്റ്റ് സിംഗിൾ ക്രോഷയിൽ നമ്മൾ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. അതിനുശേഷം നിങ്ങൾ ഒരു 3 ചെയിൻ ഉണ്ടാക്കണം കേട്ടോ. ഇനി നമ്മൾ ആ സെയിം സ്റ്റിച്ചിലേക്ക് ഒരു ട്രിപ്പിൾ ക്രോഷേ ചെയ്യാൻ പോവാണ്. ട്രിപ്പിൾ ക്രോഷേ ഉണ്ടാക്കിയ ശേഷം ഒരു ചെയിൻ ഉണ്ടാക്കുക. ഇനി നമ്മൾ ട്രിപ്പിൾ ക്രോഷയുടെ ടോപ്പിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഉണ്ടാക്കുവാണ്. അതായത് ആ മുകളിലാട്ടോ, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ വീഡിയോയില്. അതിനുശേഷം നമ്മൾ വീണ്ടും ആ താഴത്തെ അതേ സ്റ്റിച്ചിലേക്ക് ഒരു ട്രിപ്പിൾ ക്രോഷയും കൂടെ ഉണ്ടാക്കുവാണ്. അതിനുശേഷം നമ്മൾ ഒരു ചെയിൻ കൂടെ എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെ ട്രിപ്പിൾ ക്രോഷയുടെ ടോപ്പിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ താഴെയുള്ള സ്റ്റിച്ചിലേക്ക് വീണ്ടും ഒരു ട്രിപ്പിൾ ക്രോഷയും കൂടെ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ 3 ചെയിൻ ഉണ്ടാക്കിയ ശേഷം താഴെ തൊട്ട് അടുത്ത സിംഗിൾ ക്രോഷയിലേക്ക് നമ്മൾ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുവാണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പെറ്റൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇനി ഇതേ സ്റ്റെപ്സ് തന്നെ 4 തവണ റിപ്പീറ്റ് ചെയ്യണം. കാരണം നമുക്ക് 5 പെറ്റൽസാണ് വേണ്ടേ. ഞാനിവിടെ സ്റ്റെപ്സ് കൊടുത്തേക്കാവേ. 5 പെറ്റൽ കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം നമ്മൾ ഞാൻ കുറച്ചധികം പുൾ ചെയ്തിട്ട് നല്ല ടൈറ്റ് ആക്കിയതിനു ശേഷം ബാക്കിയുള്ള പോർഷൻ കട്ട് ചെയ്ത് കളയുക. ഇനി ബാക്കിയുള്ള പോർഷൻ നമ്മുടെ നീഡിൽ വെച്ചിട്ട് നമ്മൾ വീവ് ചെയ്ത് വെക്കാൻ പോവാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഫ്ലവറിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ നിങ്ങൾ എടുത്തിരിക്കുന്ന നെക്സ്റ്റ് കളർ യാൻ ഇത് നമുക്ക് യൂസ് ചെയ്യാവേ. ഇനി നമ്മൾ നീഡിലേക്ക് ആ നെക്സ്റ്റ് കളർ യാൻ കോർത്ത് കഴിഞ്ഞിട്ട് ഫ്ലവർ നേരെ ബാക്ക് സൈഡിലേക്ക് തിരിച്ച് ബാക്കിലെ ഹോളിലൂടെ ഉള്ളിലേക്ക് പുള്ളി കേട്ടോ യാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഓരോ പെറ്റലിന്റെ മിഡിലൂടെ ഒരു ലോങ് ലൈൻ ഉണ്ടാക്കാനാണ്. നമ്മൾ നോർമലായിട്ട് തയ്ക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ യാൻ ആദ്യം പുള്ളി ചെയ്തിട്ട് വീണ്ടും നമ്മൾ ആ സർക്കിളിലൂടെ തിരിച്ചകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഇനി ഒരു ഷോർട്ട് ലൈൻ നമ്മൾ ആ പെറ്റൽസിന്റെ ഇടയിലൂടെ ഉണ്ടാക്കുവാണേ. അതായത് 2 പെറ്റൽസിന്റെ നടുക്കാണ്. ഞാൻ ഈ കാണിക്കുന്ന പോലെ. ഇനി നിങ്ങൾ ഇതുപോലെ തന്നെ എല്ലാ പെറ്റലിനും സെയിം പ്രൊസീജിയർ ചെയ്യാം കേട്ടോ. ഫൈനലി നമ്മുടെ ഫ്ലവർ ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ബാക്കി വരുന്ന ഞാൻ നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ തുന്നി വെക്കുക കേട്ടോ. ഇനി വളരെ സിമ്പിൾ ആണ്. നമ്മളൊരു സ്ട്രിംഗ് ഉണ്ടാക്കാൻ പോകും നമ്മുടെ ബുക്ക് മാർക്കിന് വേണ്ടിയിട്ട്. സോ ഇത് നമ്മളൊരു മാജിക് റിംഗ് വെച്ചിട്ടാട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ആ മാജിക് റിംഗിലേക്ക് 6 സിംഗിൾ ക്രോഷേ ആട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുശേഷം ആ റിംഗ് ക്ലോസ് ചെയ്തിട്ട് ഫസ്റ്റ് സിംഗിൾ ക്രോഷയിലേക്ക് നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഉണ്ടാക്കുവാണ്. ഇനി നമ്മൾ ആ മാജിക് റിംഗ് ഉണ്ടാക്കിയതിന്റെ ബാക്കി ഞാൻ ഹൈഡ് ചെയ്ത് വെക്കാൻ പോവാണ്. ഇനി നിങ്ങൾക്ക് ഏത് ബുക്കിനാണ് ബുക്ക് മാർക്ക് വേണ്ടത് അതിന്റെ ലെങ്തിനനുസരിച്ച് വേണം കേട്ടോ ചെയിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇവിടെ ചെയിൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവറിനെയും ചെയിനെയും കൂടെ ജോയിൻ ചെയ്യാം. അതിനുവേണ്ടി ചെയിനിൽ ബാക്കി ലെങ്തിലുള്ള യാൻ നമ്മൾ നീഡിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇനി ഞാൻ എന്താ ഈ കാണിക്കുന്ന പോലെ ഫ്ലവറിന്റെ ബാക്ക് സൈഡിൽ കറക്റ്റ് സെന്ററിൽ കൂടെ ഈ നീഡിൽ നമ്മൾ ക്രോസ് ആയിട്ട് വേണം കേട്ടോ കയറ്റാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാൻ ഈ കാണിക്കുന്ന പോലെ നമ്മൾ ഈ സ്ട്രിങ്ങിന്റെ ഫസ്റ്റ് ചെയിനിൽ കൂടി ഒന്ന് നീഡിൽ കയറ്റുന്നുണ്ടേ. അപ്പൊ നമുക്ക് ഇതുപോലെ ഒരു സർക്കിൾ കിട്ടും. ഇനി നമ്മൾ ആ സർക്കിളിലൂടെ 2 തവണയും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ, ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ബാക്കി വരുന്ന കട്ട് ചെയ്ത് കളഞ്ഞേക്കാം കേട്ടോ. സോ അത്രയുള്ള നമ്മുടെ ക്യൂട്ട് ബുക്ക് മാർക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.